Good evening, friends. Good evening, friends. Miss Vanna. Good evening, Miss. Yes, good evening. Good evening, Miss. 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 Good evening, Miss. Good evening. Good evening, ma'am. മാം ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ പേര് രമ്യ എന്നാണ്. ഞാൻ ചോറ്റാനിക്കരയിൽ ഒരു 4-5 ദിവസം ഭജന ഇരിക്കാന്ന് നേർന്നിട്ടുണ്ട്. ഞാൻ നാളെ പോകും. ചൊവ്വാഴ്ച ഞാൻ എത്തുള്ളൂ. അപ്പം മാം എടുക്കണ നോട്ട്സ് ഒന്ന് ഇതിൽ PDF ആയിട്ട് ഇട്ടേക്കുവാ മാം. എടുക്കുന്ന നോട്ട്സ് ആണ്. മാം ക്ലിയർ ആയി. വന്നിട്ടുണ്ടോ? എത്ര യൂണിറ്റ് വന്നിട്ടുണ്ട്? ഒട്ടും കേൾക്കുന്നില്ല, മിസ്. ഞാൻ പറഞ്ഞ ഗുഡ് ഈവനിങ് നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്നു തോന്നി. ഒട്ടും കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ 1 മണിക്കൂർ ക്ലാസ് എടുത്ത് വന്നേ ഉള്ളൂ. അവര് പ്രശ്നമൊന്നും പറഞ്ഞില്ലല്ലോ. സിജിയുടെ തംസപ്പ് ഉണ്ടായിരുന്നു. കേൾക്കാമെന്നാണ് ആ തംസപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പൊ രമ്യ യെസ് മിസ് കേൾക്കുന്നുണ്ട്. ഞാൻ മാം ഇപ്പൊ ക്ലിയർ ആയിട്ടോ? എത്ര യൂണിറ്റ്സ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്? നമ്മളിപ്പോ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 3 ആണ് എടുക്കുന്നത്. അപ്പൊ 1, 2, 3 എന്തായാലും അവിടെ കാണണം. ഉണ്ടോ? പാർട്ട് 3 വരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മിസ്. പാർട്ട് 3 വരെ, അതായത് മോഡ്യൂൾ 1-ലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അത്രയും PDF അവിടെ ഉണ്ട്. യെസ് മാം ഉണ്ട്. യെസ് മാം ഉണ്ട്. നമ്മളിപ്പോ പാർട്ട് 1 ആയിട്ടുള്ളൂ, യൂണിറ്റ് 3. അപ്പൊ രമ്യ ആ PDF അവിടെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. അല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും നോട്ട്സോ ലിങ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ലിസ്റ്റ് ഓഫ് കാർബ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കിട്ടിയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സമാധാനമായി ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോയി ഭജന ചെയ്തിട്ട് വരും. എവിടെയാ വീട് ശരിക്കും? മാം എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കണ പിറവത്താണ്. അപ്പം ഞാനിപ്പോ ഇവിടെ അമ്മ വീട്ടിൽ ഇങ്ങ് പോന്നേക്കാണ്. എൻ്റെ വീട് ഞാറക്കലാണ്. അപ്പൊ നാളെ അച്ഛനുമായിട്ടാണ് പോണത്. ഒരു വഴിപാടുണ്ട്, അതിപ്പോ ഒത്തിരിയായി നേർന്നിട്ട്. അപ്പൊ അത് പോയി നടത്താന്ന് വിചാരിക്കണ. ഒക്കെ സമാധാനമായിട്ട് അതൊക്കെ ചെയ്തിട്ട് വരും. ഓക്കെ മാം, താങ്ക് യു. രമ്യ പറഞ്ഞ ഞാറക്കലിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, നോർത്ത് പറവൂർ. രമ്യ പറഞ്ഞ ചോറ്റാനിക്കരയുടെ അടുത്തുള്ള സ്ഥലത്താണ് എന്റെ ശരിക്കും വീട്. അതെയോ? എവിടെയാ മാം? തിരുവാങ്കുളം. തിരുവാങ്കുളം. ദൈവമേ, എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ എക്സൈസ് ഓഫീസിലൊക്കെ എക്സൈസിലാണ് കേട്ടോ ചേട്ടൻ. അവിടേക്കാണ് കൂടുതലും ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എറണാകുളം സ്ക്വാഡിലാ. തിരുവാങ്കുളത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിലൊക്കെയാണ് ഞാൻ പഠിച്ചത്. അതെയോ? തൃപ്പൂണിത്തുറയുണ്ട്. അപ്പൊ നോർത്ത് പറവൂർ വന്നിട്ട് ഒരു 13 വർഷം. നോർത്ത് പറവൂരൊക്കെ ഒത്തിരി ബന്ധുക്കളുണ്ട് ഞങ്ങളുടെ. എല്ലാവരും ഈ ഏരിയയിലാണ്. നോർത്ത് പറവൂർ, ചേന്നമംഗലം. അപ്പൊ എല്ലാം ഭംഗിയാവട്ടെ. നമ്മുടെ പറവൂർ അടുത്തൊക്കെ കുറെ പേരുണ്ടെന്നാണ് മെസ്സേജ് വരുന്നത്. താങ്ക് യു മാം. അമ്മു എന്ന് പറയുന്നത് വിഷ്ണുപ്രിയയാണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എനിക്കൊരു വിവരം പറയാനുണ്ട്. കുറച്ച് എനിക്ക് ഇതുവരെ ആ ലിങ്കിലൊന്നും കേറാൻ പറ്റിയിട്ടില്ല, വാട്സപ്പ് ഗ്രൂപ്പിലേ. അത് ആവുന്നില്ല.
പിന്നീട് കുറേ പേര് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പൊ ആരോടാ ഞാൻ ആ ലിങ്ക് അയച്ചു തരാമെന്ന് പറഞ്ഞെന്നൊക്കെ ഞാൻ മറന്നുപോയി. നോക്കട്ടെ. മാം സൗമ്യയുടെ പറയാൻ പറയും മാം. ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യാം. സൗമ്യയുടെ നമ്പർ അല്ലേ? സൗമ്യ ചാറ്റ് ബോക്സിൽ ആ ഫോൺ നമ്പർ അങ്ങനെ ഇട്ടു. അഞ്ജിത അത് കറക്റ്റ് ചെയ്തോളും. ഓക്കെ, ഗുഡ് ഈവനിങ്. നമുക്കിന്ന് പ്രേയറിന് റെഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പിലേക്ക് വരണേ. 88. മാം പിന്നെ ഒരു ഡൗട്ട്. പ്രേയർ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതിയോ? ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഓക്കെ മാം. അത്യാവശ്യം ഡൗട്ട് പറയട്ടെ. ഓക്കെ ഓക്കെ ഫൈൻ. സ്റ്റാർട്ട് ചെയ്യട്ടെ മിസ്സേ? Thank God for this fine day. Kindly grant our needs today. Thank God for the beautiful atmosphere. Thank God for the eyes for the beautiful sight. Thank God for the food we eat. Thank God for the health. Thank God for a good family. Thank God for giving us peace. Thank God for education. Thank God for good teachers. Thank God for loving us. Thank God for your endless love. God bless this day with love. We will always be grateful to God. കഴിഞ്ഞു മിസ്സേ. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു റൈം എന്ന് പറയുന്നത് പ്രെയർ തന്നെയാ അല്ലെ? നമ്മൾ എന്താണോ നമ്മൾ മനസ്സ് തുറന്ന് ദൈവത്തോട് പറയുന്നത് അതെല്ലാം നിങ്ങൾ പ്രെയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. കോൺഫിഡൻഷ്യൽ കാര്യങ്ങളൊന്നും വേണ്ട, അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളില്ലേ അതൊന്ന് സെന്റൻസ് ആക്കിയാൽ മതി. പ്രെയർ എഴുതാൻ ബുദ്ധിമുട്ടേ ഇല്ല എന്നൊക്കെ മനസ്സിലായില്ലേ? നമ്മള് എവിടെയായിരുന്നു? പുതിയ ടീച്ചേഴ്സ് ഒക്കെ വന്നു, പുതിയ ചാപ്റ്റർ ഒക്കെ എടുത്തില്ലേ? ഓക്കെ. ടീച്ചർ എടുത്തത് ഏതായിരുന്നു? ഡിസീസസ് ആണോ? ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ. ഓക്കെ. എന്നിട്ട് ഡിസീസ് ഓക്കെ ഫൈൻ. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിക്കോ. മെസ്സേജ് ഫോൺ നമ്പർ തരുന്നുണ്ടേ, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ എവിടെ വരെ പറഞ്ഞു? നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? നമ്മള് ഫാറ്റ് വരെ പഠിച്ചു. ഫാറ്റ് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് തന്നെ, മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഒക്കെ പഠിച്ചു. നമ്മളൊരു കൺഫ്യൂഷൻ കോക്കനട്ട് ഓയിലിനെ ഏതിൽ പെട്ടു. പക്ഷെ നമ്മൾ ജനിച്ചപ്പോ തുടങ്ങി കോക്കനട്ട് ഓയിലാണ് നമ്മൾ മെയിൻലി പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് കോക്കനട്ട് ഓയിൽ കൊണ്ട് വരുന്നു, വന്നില്ലാന്നും വരില്ലാന്നും അതൊരു മെഡിസിൻ ആണെന്നും ഒക്കെ പറഞ്ഞ തർക്കങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് നല്ല പ്യൂർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചൂടാക്കി ഏത് ഓയിലാണെങ്കിലും ചൂടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ് ഫാറ്റ് എന്ന് ഫോം ചെയ്യും. അതാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. ചൂടാക്കി വീണ്ടും റീയൂസ് ചെയ്യുമ്പോഴാണ് അതിൽ ട്രാൻസ് ഫാറ്റ് ഫോം ചെയ്യും. അത് നമ്മൾക്ക് ദോഷം ചെയ്യും. ഞാനതൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ. നെക്സ്റ്റ് മിനറൽസ്. നമ്മൾ മലയാളത്തിൽ എന്താ പറയാ മിനറൽസിനെ? ധാതുക്കൾ എന്നല്ലേ? ലവണങ്ങൾ, ധാതുക്കൾ എന്നൊക്കെ പറയില്ലേ മിനറൽസ്? അത് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, നിങ്ങളത് ഒന്ന് മെഡിറ്റേഷൻ പോലെ ഒന്ന് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏത് പാർട്ടാണെന്ന് പറഞ്ഞത്? ഏത് യൂണിറ്റ് ആണ്? മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 3 ആണ്.
കേട്ടോ. മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 3. യൂണിറ്റ് 3യുടെ പേര് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. അതിലെ ഫുഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു, ഫാറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. മിനറൽസും ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്. പഠിക്കാൻ വന്നാണോ? ഓഡിയോ ഓൺ ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തു കേട്ടോ. ഇപ്പോഴും ഓർക്കുക, ഞാൻ ഉൾപ്പെടെ നിങ്ങളും നിങ്ങളുടെ പ്രൈവസിയിൽ ഇരുന്നാണ് നമ്മൾ ഇരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. സോ കുഞ്ഞിന് വിഷമം, ഭക്ഷണം കഴിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നേ. ഞങ്ങൾ പറഞ്ഞിരുന്നു ടൈം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 7 to 8 ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. 6:30 ആയിരുന്നു, നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞ് 8 മണിയാക്കി അല്ലേ? അല്ല, അവര് ആഫ്റ്റർ 7 ആണ് വേണമെന്ന് ചിലവര് പറഞ്ഞിരുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങക്ക് 7 to 8 ആണെങ്കിൽ ഓക്കെ ആണ്. കാരണം 8 എന്ന് പറയുമ്പോ എല്ലാ കുട്ടികളും ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ടേ നമ്മൾ ഫുഡ് കൊടുത്താലും അവരങ്ങനെ ഇരിക്കും. ചിലവരൊക്കെ ഇതിപ്പോ കേൾക്കുന്ന പോലെ വാശി പിടിച്ച് കരയും. 9 മണി വരെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. ഞങ്ങൾക്ക് 3 ബാച്ച് ഉണ്ട്. അതിലെ ഒരു ബാച്ച് 6:30 to 7:30, 2 ബാച്ചാണ് 8 to 9. അതാണ് ചില ക്ലാസ്സിലൊന്നും വരാൻ പറ്റാതെ വരുന്നത്. പാരലലി ക്ലാസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിലുള്ള ആരൊക്കെയോ എന്നെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ക്ലാസ്സിലാണ്. ഈ 7:30 ആവണേ അതിനുള്ളിൽ എപ്പോഴോ കോളും മെസ്സേജ് ഒക്കെ വരണ്ടായിരുന്നു. 6:30 to 7:30 നമുക്കൊരു ബാച്ച് ഉണ്ട്. 8 to 9, നേരത്തെ 6:30 to 7:30 2 ബാച്ച് ആയിരുന്നു. അപ്പൊ നിങ്ങൾ 8 to 9 ആയപ്പോ 2 ബാച്ച് അവിടെ പാരലലായി. ഞാൻ ഫസ്റ്റ് ബാച്ചുകാരെ കണ്ടിട്ട് കുറെ നാളായി. വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ ദിസ് ടൈം ബെറ്റർ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ 8 മണിയൊക്കെ ആവുന്നവരുണ്ടെന്നൊരു മെസ്സേജ് വരുന്നു. ഏതാ കണ്ടിന്യൂ ചെയ്യാം. 8 to 9 ബെറ്റർ. അപ്പൊ നിങ്ങൾ തമ്മിലൊന്ന് തീരുമാനിക്കുക കേട്ടോ, നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക്. കാരണം നമുക്ക് ഒരു ബാച്ചിനെ മേർജ് ചെയ്യാൻ പറ്റില്ല. പല ടൈമിൽ ജോയിൻ ആയതുകൊണ്ട് ടോപ്പിക്സ് ഡിഫറെന്റ് ആണ്. പിന്നെ ഓക്കെ, മിനറൽ സോൾട്ട്സ് അല്ലേ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ ഫുഡ് ഫാക്ടേഴ്സും, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മ്യൂട്ട് ചെയ്യാട്ടോ ആരെങ്കിലും മൈക്കോൺ ആണെങ്കിൽ, മിനറൽ സോൾട്ട്സ്, ഈ എല്ലാ ഫുഡ് ഫാക്ടേഴ്സും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നോർമൽ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ്. നമ്മുടെ ബോഡിയിൽ കുറെ ടിഷ്യൂസ് ഉണ്ടാവും. കുറെ ടിഷ്യൂസ് ചേർന്നാണ് ഒരു ബോഡിയുടെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത്. ഈ ടിഷ്യൂസിന്റെ ഗ്രോത്തിനും റിപ്പയറിങ്ങിനും, എന്തെങ്കിലും ഡാമേജ് ആ ടിഷ്യൂല് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്പയർ, അതിനെല്ലാം മിനറൽസ് വളരെ ആവശ്യമുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് മിനറൽസ് ആർ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നമ്മൾ കേൾക്കാറില്ലേ, കുറച്ച് പ്രായമായി കഴിയുമ്പോൾ പൊട്ടാസ്യം കുറയണു, കാൽസ്യം കുറയുന്നു, സോഡിയം കുറയണു, അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് വരില്ലേ. അപ്പം കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ, ഇതെല്ലാം മിനറൽസിന് എക്സാമ്പിൾ ആണ്. അതിന്റെ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കാൽസ്യം എടുത്തോ അല്ലെങ്കിൽ പൊട്ടാസ്യം എടുത്തോ ഒക്കെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് പല ഫുഡ് സോഴ്സിൽ നിന്നും ഫുഡ് സപ്ലിമെന്റിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പൊ അത് ബട്ടർ, മിൽക്ക്, അതായത് കുറെ ഡയറി പ്രോഡക്ട്സ്, ബട്ടർ, മിൽക്ക്, ചീസ്, ഫിഷ്, എഗ്, മീറ്റ്, ലിവർ, പൈനാപ്പിൾ, ഗ്രൗണ്ട് നട്ട്സ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് മിനറൽസ് കിട്ടും. ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മാക്സിമം ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്സ്, നട്ട്സ് ഉപയോഗിക്കാം. ഓക്കെ, ചില ഡ്രൈ ഫ്രൂട്ട്സിൽ മിനറൽസ് ധാരാളമുണ്ട്. നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് അല്ല, ഡ്രൈ ഫ്രൂട്ട്സില്. ജിനിയുടെ ഓഡിയോ ഓൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഡ്രൈ ഫ്രൂട്ട്സിൽ ധാരാളം മിനറൽസ് ഉണ്ട്. മിനറൽസിനെ കുറിച്ച് നമുക്ക് എത്രയേ ഉള്ളൂ, ഡീറ്റെയിൽ ആയി കൂടുതൽ ഡീറ്റെയിൽസ്. ജിനി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ശരി ശരി. ഫിനിഷ. ഓക്കെ, അപ്പൊ മിനറൽസ് എന്തിനാണ്? ടിഷ്യൂന്റെ റിപ്പയറിങ്ങിനും ഗ്രോത്തിനും മിനറൽസ് ഇമ്പോർട്ടന്റ് ആണ്.
മിനറൽസ് മെയിൻ ആയിട്ട് അതിന്റെ ഡയറക്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ എക്സെട്ര. ഇതെല്ലാം നമ്മൾക്ക് ഫുഡ് സപ്ലിമെന്റിൽ നിന്നും ഫുഡ് സോഴ്സിൽ നിന്നും പല സോഴ്സിൽ നിന്നുമാണ് കിട്ടുന്നത്. ഡയറി പ്രോഡക്ട്സിലും ഉണ്ടാവും, നട്ട്സിലും മെയിൻ ആയിട്ട് മിനറൽസ് ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സില് മിനറൽസ് ധാരാളം ഉണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വൈറ്റമിൻസ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ലിങ്ക് ഷെയർ ചെയ്താൽ നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം കുറെ കാര്യങ്ങൾ, കുറെ മെഡിക്കൽ ടേംസും അതും ഇതും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് വൈറ്റമിൻസ്. എത്ര വൈറ്റമിൻസ് ഉണ്ട്? 13. ടിഷ്യൂസ് നമ്മളുടെ എന്താ പറയാ, ശരീരത്തിന് മലയാളം എന്താ പറയാ ടിഷ്യൂസിന്? കലകൾ 13 types. 13 ടൈപ്സ്, 13 ടൈപ്പ് വൈറ്റമിൻസ് ഉണ്ട്. അതിനെങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? Fat soluble, water soluble. Two divisions, fat soluble, water soluble. ഫാറ്റ് സോളുബിളിൽ എത്ര വൈറ്റമിൻസ് ഉണ്ട്? 4 ഏതൊക്കെയാ? A, D, E, K. വാട്ടർ സോളുബിളിൽ എത്ര ഉണ്ട്? 8D vitamins, vitamin C. 8D vitamins. യെസ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 13 വൈറ്റമിൻസിലെ ഫസ്റ്റ് വൺ പറയുന്നത് വൈറ്റമിൻ എ. ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരും, എന്നാലും ശ്രദ്ധിച്ചിരിക്കും. വൈറ്റമിൻ എ ഏത് കാറ്റഗറിയിൽ വരും? Fat soluble. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഇതിന് കെമിക്കൽ നെയിം ഉണ്ട്. ഈ കെമിക്കൽ നെയിം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ പറയുന്നത് പറയണേ. സ്പെല്ലിംഗ് ഒന്നും ഇപ്പൊ ഞാൻ പറയണില്ല, കാരണം ഞാൻ ഈ ലിങ്ക് അയച്ചു തരാം, അപ്പൊ അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനൽ, ഇതാണ് ഇതിന്റെ കെമിക്കൽ നെയിം. ഏത് ഓർഗണുമായിട്ട് ഇത് റിലേറ്റഡ്? ഓക്കെ, അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ. ഇത് എന്തിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്? കണ്ണിന്റെ ഹെൽത്തിന്. കാഴ്ചശക്തി. എസെൻഷ്യൽ ഫോർ ഐ ഹെൽത്ത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ എന്തിനാ പഠിക്കണേ? നമ്മളിത് അറിയണം, കാരണം നമ്മുടെ മുന്നിൽ വരുന്ന കൊച്ചിന് എന്ത് ഡെഫിഷ്യൻസിയാന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കൊച്ചിനെ ഡയറക്റ്റ് ചെയ്യാം അല്ലെ, ഏത് ആരെ കാണിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ, നമ്മളുടെ ചുറ്റുപാടും പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറുപ്പത്തിൽ ഒരു ഡിഫോമിറ്റി വന്നു കഴിഞ്ഞാൽ, ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ക്യൂർ ചെയ്യാൻ എളുപ്പമായിരിക്കും, പ്രായമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകൂടെ പറയാം മിസ്സേ. എന്താണ് കെമിക്കൽ നെയിം ആണോ? അതെ അതെ, റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനൽ. ഓക്കെ, ഫാറ്റ് സോളുബിൾ ആണ്, എസെൻഷ്യൽ ഫോർ ഐ ഹെൽത്ത്. ഇതിന്റെ ഡെഫിഷ്യൻസി വന്നാൽ എന്ത് സംഭവിക്കും? കാഴ്ചക്ക് തകരാറ് സംഭവിക്കും അല്ലെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ വരും, നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും. പിന്നെ നമ്മളുടെ വിഷൻ ഒന്നും ക്ലിയർ ആകില്ല, കണ്ണെപ്പോഴും ഡ്രൈ ആയിരിക്കും, ഡ്രൈനെസ് ആയിരിക്കും കണ്ണിന്, അങ്ങനെയൊക്കെ മൂടലൊക്കെ ആയിരിക്കും. ഓക്കെ, കുറെ കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്, പക്ഷേ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്കത് ഭയങ്കര മെഡിക്കൽ ടേംസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ നമുക്ക് അത് ഗുഡ് സോഴ്സസ്, വൈറ്റമിൻ എയുടെ ഗുഡ് സോഴ്സസ് ആയ ഫുഡ് സപ്ലിമെന്റ്സ് അറിഞ്ഞിരിക്കണം അല്ലെ. ഏതൊക്കെയാണത്? ലിവർ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ക്ലിയർ ആയില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയുന്ന വൈറ്റമിൻ എ ആണ്. അതിന്റെ കെമിക്കൽ നെയിം റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനൽ എന്നാണ്. ഇത് കണ്ണുമായിട്ട് റിലേറ്റഡ് ആണ്. ഫാറ്റ് സോളുബിൾ ആണ്, എസെൻഷ്യൽ ഫോർ ഐ ഹെൽത്ത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ നമുക്ക് കുറവുണ്ടെങ്കിൽ അത് നമ്മളുടെ കാഴ്ചയെ ബാധിക്കും. നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കാണാത്ത അവസ്ഥയൊക്കെ വരില്ലേ, അത്. പിന്നെ അതുപോലെ തന്നെ കണ്ണ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും, ഭയങ്കരമായിട്ട് നീറും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മൂടലായിരിക്കും, കാഴ്ച ഒട്ടും വ്യക്താവില്ല, ഭയങ്കര ക്ലൗഡി മൂഡൽ ആയിരിക്കും. പിന്നെ ഗുഡ് സോഴ്സസ്, വൈറ്റമിൻ എ നമ്മൾ ഭക്ഷണത്തിന് ചില കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാം. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓരോ വളരുന്ന പ്രായത്തിൽ ഇതെല്ലാം കൊടുക്കണം എന്നാ പറയുന്നത്. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ കൺസ്യൂം കഴിക്കുക. ലിവർ, ക്യാരറ്റ്സ്, ബ്രോക്കോളി,
സ്വീറ്റ് പൊട്ടറ്റോസ്, മധുരക്കിഴങ്ങില്ലേ അത്, പിന്നെ ബട്ടർ, സ്പിനാച്ച്, ചീര, അങ്ങനത്തെ സാധനങ്ങള്, പംകിൻസ്, മത്തങ്ങ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ചില ടൈപ്പ് ചീസസ്, എഗ്സ്, ആപ്രിക്കോട്ട് ഇല്ലേ, ആപ്രിക്കോട്ട്, പിന്നെ ചില മത്തങ്ങയുടെ ഫാമിലിയിൽ പെടുന്ന അതെല്ലാം, പിന്നെ മിൽക്ക്, ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ ഗുഡ് സോഴ്സ് ആണ്. നമുക്ക് ക്യാരറ്റ് നമ്മൾ നമ്മുടെ ഫുഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവിയലിലും സാമ്പാറിലും ക്യാരറ്റ് തോരൻ, ക്യാരറ്റ് മെഴുക്ക് പുരട്ടി, നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് നല്ലതുപോലെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഉപ്പുമാ ഉണ്ടാക്കുമ്പോൾ. ഞാൻ റീഡ് ചെയ്യുന്ന നമ്മുടെ PDF ഫയലിൽ നിന്നല്ല, എക്സ്ട്രാ ആണ്. അതിന്റെ ലിങ്ക്, വൈറ്റമിൻസിന്റെ മാത്രം ലിങ്ക് ഞാൻ ഇതിൽ ഇടും. വൈറ്റമിൻസിന്റെ ചെറിയൊരു പാരഗ്രാഫ് എങ്ങാണ്ടേ ഉള്ളൂ, അത് ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ പക്ഷെ 13 വൈറ്റമിൻസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ റെഫറൻസിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 2 types, ഫാറ്റ് സോളുബിൾ ആൻഡ് വാട്ടർ സോളുബിൾ. ഫാറ്റ് സോളുബിൾ ഇതാണ് ADEK, ബാക്കിയെല്ലാം വാട്ടർ സോളുബിൾസ് ആണ്. വൈറ്റമിൻ ബിയിൽ വരുന്ന എല്ലാം, സിയും എല്ലാം വാട്ടർ സോളുബിൾസ് ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ വൈറ്റമിൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മൾ വൈറ്റമിൻ A ആണ് പറഞ്ഞത്. ഇറ്റ്സ് ഫോർ ഐ ഹെൽത്ത്. അതിന്റെ സോഴ്സസ് പറഞ്ഞു. ലിവർ, ക്യാരറ്റ്സ്, ബ്രോക്കോളി, മധുരക്കിഴങ്ങും. പണ്ടൊക്കെ എന്റെയൊക്കെ ഒരു ചെറുപ്പത്തില് നമുക്ക് മധുരക്കിഴങ്ങിന്റെ സീസൺ ആകുമ്പോൾ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് അമ്മ തരുന്നത് മധുരക്കിഴങ്ങായിരുന്നു. അടുത്തിട്ടുണ്ടെന്ന് പറയാം, പക്ഷെ എനിക്ക് ഗുണമുള്ളൊരു സാധനമാണ്. മുരിങ്ങയുടെ നല്ലല്ലേ? യെസ്, നല്ലതാ. ബട്ടർ, പംകിൻസ്, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം ചേർക്കുക കേട്ടോ. ഇതിൽ കാണുക മാത്രം ഉള്ളൂ എന്നൊന്നും വിചാരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുക, കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇതും അതുപോലെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അടുത്തത് വൈറ്റമിൻ B1. വൈറ്റമിൻ B1 ഏതാണ്? വാട്ടർ സോളുബിൾ അല്ലേ? കാരണം ഇത് വെള്ളത്തിലാണ് നമ്മുടെ ബോഡിയിലേക്ക് അത് ചേർന്ന് വരുള്ളൂ. ആ വെള്ളത്തിലാണ് അത് സോളുബിൾ ആയിട്ട് വരുള്ളൂ. അപ്പം അത് ആ വൈറ്റമിൻ നമ്മൾ സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി വൈറ്റമിൻ B1 ആണോ? B1, യെസ്. നമുക്ക് ബി വൈറ്റമിൻസ് എട്ടെണ്ണം ഇല്ലേ? B1, B2, B3, B5, B6, B7, B9, B12. സ്റ്റാർ എന്തോ മെസ്സേജ് അയക്കുന്നുണ്ട്, റിലേറ്റഡ് എല്ലാം. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ അല്ലേ നിങ്ങളുടെ ക്ലാസ് റൂമിലെ എല്ലാ ക്ലാസ്സിന്റെയും? അവൈലബിൾ ആണ്. ഓക്കെ, വൈറ്റമിൻ B1 ആണോ രശ്മി? ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചേ. അതോ വൈറ്റമിൻ A ആണോ? മാഡം ഇപ്പൊ നേരത്തെ ഫാറ്റ് സോളുബിൾ അല്ലേ പറഞ്ഞത്? അപ്പൊ അതിലുള്ളത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമോ? അങ്ങനെ മതി. ഹെഡിങ് ഇട്ടിട്ട ലെക്ചർ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞാൽ നന്നായി. ഞാൻ ഇതിൽ കിടക്കുന്ന ഓർഡറിൽ അങ്ങ് പറയായിരുന്നു. നമ്മൾ ആദ്യം വൈറ്റമിൻ A അല്ലേ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻ D, ഫാറ്റ് സോളുബിളിലെ രണ്ടാമത്തത് വൈറ്റമിൻ D. ഗുഡ് സജഷൻ. വൈറ്റമിൻ D ഒക്കെ ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അത്ര ഈ കെമിക്കൽ നെയിം പറയാൻ കാരണം എന്താണെന്നറിയോ? മാം എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. മാം എൻ്റെ പേര് ജോളി എന്നാണ്. ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. നമുക്ക് കറണ്ട് ഇല്ല, പിന്നെ നല്ല മിന്നല്, കുറച്ച് പ്രശ്നമുണ്ട്. അവിടെ ക്ലാസ്സിൽ ലെഫ്റ്റ് ആവുകയാണ്, ഒന്നും ക്ലിയർ ആവുന്നുമില്ല. ജോലി കുഴപ്പമില്ല. റെക്കോർഡഡ് വീഡിയോ ടൈമിൽ കണ്ടോളൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഇതിന്റെ കെമിക്കൽ നെയിംസ് നമുക്ക് അറിയാലോ. കെമിക്കൽ നെയിം, ചില മെഡിക്കൽ നെയിംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല. യെസ്, കാൽസിഫെറോൾ. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ചില അമ്മമാര് മക്കൾക്ക് ഡോക്ടർ മെഡിസിൻ എഴുതുമ്പോൾ അതിന്റെ കണ്ടന്റ്സ് നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കെമിക്കൽ നെയിം അറിയാമെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മൾ അറിയാവുന്നവർക്ക് ഡോക്ടർ മെഡിസിൻ എഴുതുമ്പോൾ കണ്ടന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് സപ്ലിമെന്റ് ആണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്, എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണോ അത് കൊടുത്തെന്നുള്ള കാര്യം മനസ്സിലാവും. വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം കാൽസിഫെറോൾ ആണ്. എർഗോ കാൽസിഫെറോൾ എന്നും പറയും, ഹോൾ കാൽസിഫെറോൾ എന്നും പറയും. ഫാറ്റ് സോളുബിളിലെ രണ്ടാമത്തെ ഫങ്ഷൻ എന്തിനാണ്?
ബോണിന് അത് ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് വീണാൽ മതി, കൈയും കാലും ഒക്കെ ഒടിയും. സ്പെല്ലിംഗ് ഞാൻ പറയാത്തത് വേറൊന്നുമല്ല, ഞാൻ നാളെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. സ്പെല്ലിംഗ് പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. ഓക്കെ അല്ലേ? അതുപോലെ പിന്നെ വൈറ്റമിൻ B1 ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോ നല്ലൊരു സജഷൻ വന്നു, ഫാറ്റ് സോളിബിൾസ് എല്ലാം പറഞ്ഞിട്ട് വാട്ടർ സോളിബിളിലേക്ക് പോയാൽ പോരെയെന്നു. വൈറ്റമിൻ B1 വാട്ടർ സോളിബിൾ ആണ്. ആദ്യം വൈറ്റമിൻ A ഫാറ്റ് സോളിബിൾ പറഞ്ഞു, അതുകൊണ്ട് ഫാറ്റ് സോളിബിളിലെ രണ്ടാമത്തെ വൈറ്റമിൻ D നമുക്ക് പറഞ്ഞിട്ട് വാട്ടർ സോളിബിളിലേക്ക് നമുക്ക് പോകാം. വൈറ്റമിൻ D എർഗോ കാൽസിഫെറോൾ അല്ലെങ്കിൽ കോൾ കാൽസിഫെറോൾ ഫാറ്റ് സോളിബിൾ ആണെന്ന് നമുക്കറിയാം. ഹെൽത്തി ബോണിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. ടെക്നിക്കൽ നെയിം ഒന്നുകൂടി പറയാം മാഡം. കാൽസിഫെറോൾ അല്ലെങ്കിൽ എർഗോ കാൽസിഫെറോൾ, കോൾ കാൽസിഫെറോൾ അതിന്റെ കെമിക്കൽ നെയിം. നാളെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ലിങ്ക് ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. ഓക്കെ. പിന്നെ റിക്കറ്റ്സ് എന്നുള്ളൊരു അസുഖം വരും ഈ ഇതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ബോൺസ് എങ്ങനെ സോഫ്റ്റ് ആകും, പെട്ടെന്ന് ഒടിഞ്ഞും പൊട്ടിയൊക്കെ പോകും. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ് കേട്ടോ, അതും കൂടെ പറയും. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ എനിക്ക് അതിനുള്ള മെഡിസിൻ തരാറുണ്ട്. പിന്നെ പ്രഗ്നൻസി സമയത്ത് ഒന്നുമില്ലെങ്കിലും മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആ വെയിൽ കൊള്ളാനൊക്കെ പറയാറില്ലേ? ഓക്കെ, മീ ടു. വളരെ സന്തോഷത്തോടുകൂടി ജിൻസി കുട്ടികൾക്ക് ഹൈറ്റ് വരല് കുറയും, അവരുടെ ആരോഗ്യം കുറയാറുണ്ട്. അപ്പൊ അവര് പറയാറുണ്ട് വെയിൽ കൊള്ളത്തിന് എക്സ്ട്രാ സപ്ലിമെന്റ് മരുന്നും കൊടുക്കാറുണ്ട്. അതാണ് അവർക്ക് എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ വേണം, ഔട്ട്ഡോർ ഗെയിംസ് കൂടുതൽ വേണം എന്നൊക്കെ. നെയിം ഒന്നുകൂടെ പറയാമോ ഡിസീസിന്റെ? റിക്കറ്റ്സ്, ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് റിക്കറ്റ്സ്, RICKETS. വേറെ എന്തൊക്കെയോ കുറെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. റിക്കറ്റ്സ് ആണ്. ഈ ബോൺസ് എങ്ങനെ സോഫ്റ്റൻ ആയി പോകും, പെട്ടെന്ന് ഒടിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒടിയും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ എഗ്ഗ് കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ എന്നിട്ടും എനിക്ക് ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡിയുടെ. ഇതിന്റെ ഗുഡ് സോഴ്സസ് നല്ലപോലെ വെയില് കൊള്ളുക. ഓക്കെ, സണ്ണിൽ നിന്നുള്ള ആ ഒരു വെയില്, അത് നട്ടുച്ച സമയത്തൊന്നുമില്ല, ഒരു ടൈം നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും, വൈകിട്ടത്തെ പോക്കുവെയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളത്, അത് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഫാറ്റി ഫിഷ്, നല്ല ഫ്ലഷ് ഉള്ള ഫിഷ് കഴിച്ചാൽ ബീഫ് ലിവർ ആൻഡ് മഷ്റൂംസ് ഓൾസോ കണ്ടെയ്ൻ ദ വൈറ്റമിൻ. മഷ്റൂമിലെല്ലാം വൈറ്റമിൻ ഡിയുടെ കണ്ടന്റ് ശരിക്കും ഉണ്ട്. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻസിലൊന്നും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം കൊറോണ സമയത്ത് നോർത്ത് ഇന്ത്യയിലുള്ള പലർക്കും അത് കമ്പാരിറ്റീവ്ലി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവർ കൂടുതൽ എക്സ്പോസ് ടു ലൈറ്റ് ആണ്. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കാണുമായിരിക്കും, കാരണം നമ്മൾ പൊതുവെ ആ മോർണിംഗിലെ സൺലൈറ്റ് ആ ടൈം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരാ. ജോലിക്ക് പോണവരാണെങ്കിലും പഠിക്കാൻ പോണവരാണെങ്കിലും ആ ടൈം കഴിയുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പലപ്പോഴും ആ ഒരു സൺലൈറ്റ് നമുക്ക് കിട്ടാറില്ല. നെക്സ്റ്റ് വൈറ്റമിൻ ഇ, ഫാറ്റ് സോളുബിളിലെ തേർഡ് വൺ വൈറ്റമിൻ ഇ. കെമിക്കൽ നെയിം ടോക്കോഫിറോൾ, ടോക്കോട്രിനോൾ, അതാണ് അതിന്റെ കെമിക്കൽ നെയിംസ്. ഫാറ്റ് സോളുബിൾ ആണ്. പിന്നെ കെമിക്കൽ നെയിം പറയോ? ടോക്കോഫിറോൾ, ടോക്കോട്രിനോൾ, ടോക്കോഫിറോൾ അല്ലെങ്കിൽ ടോക്കോട്രിനോൾ, വൈറ്റമിൻ ഇ. മാം ഇതിന്റെ കെമിക്കൽ നെയിം ഇമ്പോർട്ടന്റ് ആണോ? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾക്ക് ലിങ്കിലുണ്ടാവും, കംപ്ലീറ്റ് കാര്യങ്ങൾ ലിങ്കിലുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിസിൻ ഡോക്ടർ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ചിലത് നല്ലതുപോലെ ആ മെഡിസിന്റെ കണ്ടന്റ്സ് നോക്കും. എന്താണ് അതിന്റെ കണ്ടന്റ്, എന്തുകൊണ്ട് ആ മെഡിസിൻ തന്നു എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും. ആ കണ്ടന്റിന് ഈ കെമിക്കൽ നെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിൻസി പറഞ്ഞു ജിൻസി നോക്കും എന്നുള്ളത്. പിന്നെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് വൈറ്റമിൻ ആണ് അത് ആ ടാബ്ലറ്റിലുള്ളതെന്നുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻ, ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്.
ഇത് നമ്മളെ എന്താ പറയാ പല ഡിസീസസ് വരുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. പല ഡിസീസസ്, വേരിയസ് ഡിസീസിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുവാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി റെയർ ആണെന്നാണ് പറയുന്നത്. അത്ര ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാകില്ല. ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി പൊതുവെ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ചില സമയത്ത് ന്യൂ ബോൺ ബേബീസിൽ ഇതിന്റെ ഡെഫിഷ്യൻസി കാണാം, അനീമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇത് ബ്ലഡ് സെൽസിനെ, ഇത് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും, നമ്മുടെ ബ്ലഡിന്റെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഡെഫിഷ്യൻസി റെയർ ആണ്, പക്ഷെ ന്യൂ ബോൺ ബേബീസിൽ ചില സമയത്ത് കാണാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജനറ്റിക് ഇഷ്യൂവോ ബർത്തിങ് അല്ലെ എന്തെങ്കിലും ഇഷ്യൂസ്. ഗുഡ് സോഴ്സസ്. എക്കോ ആരെങ്കിലും ഒന്ന് ഓക്കെ എവിടേക്ക് മ്യൂട്ട് ചെയ്തോ, കാരണം എക്കോ വരുന്നു, അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഓക്കെ ഫൈൻ. എവിടേക്കും മഴയൊക്കെ ഉണ്ട്, കുറെ പേര് ലെഫ്റ്റ് ആവുന്നു പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ലിങ്ക് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന തന്നെയാണ്. എവിടേക്കോ മഴയുണ്ട്, ഇവിടെ കാറ്റൊക്കെ ഉള്ളൂ. ഓക്കെ, ഡെഫിഷ്യൻസി റെയർ ആണ്, ന്യൂബോൺ ബേബീസിൽ ഇത് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനീമിയക്ക് കാരണമാകും. അത് ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഗുഡ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിവി ഫ്രൂട്ട് ഇല്ലേ, കിവി ഫ്രൂട്ട്, പിന്നെ അതുപോലെ ആൽമണ്ട്സ്, എഗ്സ്, നട്ട്സ്, ലീഫി ഗ്രീൻസ്, ലീഫി വെജിറ്റബിൾസും വെജിറ്റബിൾ ഓയിൽസും എല്ലാം. ഒന്നും കേൾക്കുന്നില്ല, എന്തോറ്റി? അവിടെ ഇടിമഴ ആയതുകൊണ്ടാണോ? ഗുഡ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമണ്ട്സ്, എഗ്സ്, നട്ട്സ്, ലീഫി ഗ്രീൻസ്, ലീഫി വെജിറ്റബിൾസ് ഏതെങ്കിലും, പിന്നെ വെജിറ്റബിൾ ഓയിൽസ് എല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സ് ആണ്. അപ്പം ശരിക്കും ഇത് നമുക്ക് റെയർ ആവാൻ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒക്കെ വെജിറ്റബിൾ ഓയിൽ നമ്മളുടെ ഫുഡിലൂടെ അകത്ത് പോകുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇതിന്റെ ഡെഫിഷ്യൻസി റെയർ ആന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഏത് വൈറ്റമിൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ? വൈറ്റമിൻ ഇ. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ഇപ്പൊ മൂന്നാമത്തത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി അവസാനം എന്താ പറഞ്ഞത്? ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന് ഏതിന്റെ ആയിരുന്നു ചോദിച്ചേ? വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഇ. ഓക്കെ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് റെയർ ആണ് ഡെഫിഷ്യൻസി, അങ്ങനെ അധികമില്ല. പക്ഷെ ന്യൂബോൺ ബേബീസിൽ ഇത് റെയർ ആകും. അപ്പൊ അവർക്ക് ഈ ബ്ലഡ് സെല്ല് ഡിസ്ട്രോയ് ആകും. ഇതിന്റെ റെയർ ആയി ഇത് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അനീമിക് പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വൈറ്റമിൻ ഇ വരും. അതായത് എന്റെ ഗുഡ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽസ്. എന്ത് തന്നെയായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് റെയർ ആണെന്ന് പറഞ്ഞത്. എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കും. പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് അല്ലേ നമ്മൾ കോസ്മെറ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ട്, അല്ലാതെ കൺസ്യൂം ചെയ്യുന്ന വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ വൈറ്റമിൻ കെ. ഫാറ്റ് സോളുബിളിലെ ലാസ്റ്റ് വൺ വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം, ഇത് സ്പെൽ ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കെമിക്കൽ നെയിമിന്റെ സ്പെൽ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവായിരിക്കും കേട്ടോ. ഫിലോക്വിനോൺ, വൈറ്റമിൻ കെ എസ്. ഫാറ്റ് സോളുബിളിലെ ഫോർത്ത് വൺ, ലാസ്റ്റ് വൺ ഫിലോക്വിനോൺ, മെനാക്വിനോൺ. ഇതൊക്കെയാണ് വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും അത്യാവശ്യമാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയിൽ ഒരു പ്രോത്രോംബിൻ എന്നൊരു കണ്ടന്റ് ഉണ്ട്, അതാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ കെ. അപ്പൊ ഡെഫിഷ്യൻസി വൈറ്റമിൻ കെയില് പ്രോത്രോംബിൻ, അത് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോട്ടോ, ഇതിനകത്ത് ഇല്ല, ഞാനത് അല്ലാതെ പറഞ്ഞതാ. പ്രോത്രോംബിൻ എന്ന് വെച്ചാൽ PRO THROBIN,
THROMDIN ആണ്. TROTHROMDIN, പ്രോത്രോംബിൻ ആണ് എന്റെ ഓർമ്മ. സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ബ്ലഡ് നിൽക്കാൻ. ഡെഫിഷ്യൻസിയാണ് സയൻസ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞ പ്രോത്രോംബിന്റെ കുറവ് വരുമ്പോഴാണ് ഈ ബ്ലഡ് ബ്ലീഡിങ് അങ്ങനെ നിൽക്കാതെ കുറേ സമയം നിൽക്കുന്നത്. ഇതിന്റെ ടേമാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്, അതോ അസുഖത്തിന്റെ പേരോ? ഓരോ വൈറ്റമിൻസിലും ഓരോ കണ്ടന്റ്സ് ഉണ്ടായിരിക്കും, പല കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ വൈറ്റമിൻ കെയിലെ പ്രോത്രോംബിൻ എന്നുള്ള കണ്ടന്റ് വളരെ കുറഞ്ഞു പോകുമ്പോഴാണ് ബ്ലഡ് ക്ലോട്ട് ആകാതെ നിൽക്കുന്നത്. TROTHROMDIN. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ കെ. ഡെഫിഷ്യൻസി ബ്ലീഡിങ്ങിന്, ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്ങിന് കാരണമാകും. പിന്നെ ഗുഡ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീഫി വെജിറ്റബിൾസ്, പംകിൻസ്, ഫിക്കില്ലേ അത്തിപ്പഴം, അങ്ങനെയുള്ള ചില കെമിക്കൽ നെയിം ഫൈലോക്വിനോനിൻ. ഞാൻ നാളെ ലിങ്ക് ഇടും, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് സ്പിനാച്ച് എക്സ് നാളെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഫൈലോക്വിനോനിൻ അല്ലെങ്കിൽ മെനാക്വിനോനിൻ എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം വരുന്നത്. വൈറ്റമിൻ കെ. ലീഫി വെജിറ്റബിൾസ് വരും, പംകിൻസ്, ഫിഗ്, പാസി ലീവ്സ് എന്നൊക്കെ പറയില്ലേ, പാസി ലീവ്സ്. ഇഞ്ചി കട്ടാവുന്നു. ഇപ്പൊ നമ്മൾ ഫാറ്റ് സോളുബിൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഓക്കെ, ഫാറ്റ് സോളുബിൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? എയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിഷൻ പ്രോബ്ലംസ്, ബ്ലഡ് സെല്ല് ഡിസ്ട്രോയിഡ് ആവുന്നല്ലേ പറഞ്ഞേ? ഞാൻ ഓരോന്ന് റിപ്പീറ്റ് ചെയ്തതാണേ. വൈറ്റമിൻ എ എന്താന്ന് റിപ്പീറ്റ് ചെയ്തതാ. അത് നമ്മളുടെ ഐ ഹെൽത്തിനുള്ളതല്ലേ വൈറ്റമിൻ എ. ഡെഫിഷ്യൻസി ഗുഡ് സോഴ്സസ് ലിവർ, ക്യാരറ്റ്, ബ്രോക്കോളി, ബട്ടർ, സ്വീറ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ്. പിന്നെ പറഞ്ഞത് ഏതായിരുന്നു? വൈറ്റമിൻ ഡി അല്ലേ? യെസ്. വൈറ്റമിൻ ഡി ഫംഗ്ഷൻ ബോൺ ഹെൽത്തി ബോൺ ഡെൻസിറ്റി, ബോൺ സ്ട്രെങ്ത്. ഡെഫിഷ്യൻസി മാം ഒരു ഡൗട്ട് affects the bones. മാം ഈ വൈറ്റമിൻ D3 എന്ന് പറയില്ലേ, അതെന്താ നേരം? വൈറ്റമിൻ D3യോ? നമ്മള് കുഞ്ഞുങ്ങൾക്കൊക്കെ മഞ്ഞ വരുമ്പം വെയിൽ വെക്കണം, നല്ല വെയിൽ കാണിക്കണം എന്നൊക്കെ പറയില്ലേ, സൂര്യന്റെ ഇത് രശ്മികളിൽ നിന്ന് അത് കിട്ടുന്നൊക്കെ പറയാം. വൈറ്റമിൻ D3 എന്നല്ലേ അത് പറയുന്നേ, അതെന്താ അങ്ങനെ? വൈറ്റമിൻ ഡി തന്നെയായിരിക്കും. യു വി റേയുടെ കിട്ടാൻ വേണ്ടിയിട്ട് സണ്ണിൽ നിന്നും യു വി റേ കിട്ടുന്നത് അത് വൈറ്റമിൻ D3 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റമിൻ D3യുടെ മെഡിസിൻസ് അല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത്? അതാ ചോദിച്ചേ. മെഡിസിൻ സപ്ലിമെന്റ്സ് അത് വൈറ്റമിൻ D3 ആയിട്ട് കൊടുക്കുന്നത്. ബോൺ മാത്രാണോ? ടീത്തിന്റെ ഇതിലും വൈറ്റമിൻ ഡി, ടീത്തിന്റെ പല്ലിന്റെ ഇതിലല്ലേ വൈറ്റമിൻ ഡിയോ? ബോൺ ആൻഡ് പല്ലും എല്ലിനും ഉണ്ടാവുമായിരിക്കും കാൽസ്യം ഉള്ളതുപോലെ തന്നെ. ഈ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും പല്ലിനും എല്ലിനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നപ്പോൾ ഡോക്ടർ എനിക്ക് കാൽസ്യം വൈറ്റമിൻ ഡിയും കൂടെ കമ്പൈൻ ആയിട്ടുള്ള ഒരു മെഡിസിൻ സപ്ലിമെന്റ് തന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിപ്പിക്കുകയില്ല. ആഴ്ചയിൽ 1 അങ്ങനെ 4 ആഴ്ചകളിലായിട്ട് ഓരോരോ ടാബ്ലറ്റോ അല്ലെങ്കിൽ സാഷി ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ ലിക്വിഡ് പോലത്തെ ഉള്ളതോ അങ്ങനെയൊക്കെയാണ് തന്നിരുന്നത്. അപ്പൊ കാൽസ്യവും ഇതും കൂടെ ചേർത്തിട്ട് വൈറ്റമിൻ D3 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ സൺലൈറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. താങ്ക് യു ജിൻസി, ഗുഡ് ഇൻഫർമേഷൻ. മാം എന്റെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ കുട്ടിക്ക് ഇപ്പൊ 3 months ആയിട്ടുള്ളൂ. അപ്പൊ ബ്രസ്റ്റ് മിൽക്കിന്ന് കുട്ടിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് അഡീഷണൽ ആയിട്ട് നമുക്ക് വൈറ്റമിൻ D3യുടെ സിറപ്പ് 5 വയസ്സ് വരെ കൊടുക്കാനാണ് പറഞ്ഞേക്കണത്.
ഇപ്പത്തെ ഹെൽത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് 6 മാസം കൂടുമ്പോ. എ ആണ് കൊടുക്കണേ, ചിലര് വൈറ്റമിൻ ഡി കൊടുക്കുന്നുണ്ട്. എ ആണ് കൊടുക്കുന്നത്, വൈറ്റമിൻ ഡി അല്ലല്ലോ, അത് വൈറ്റമിൻ എ അല്ലേ കൊടുക്കുന്നത് 6 മാസം കൂടുമ്പോ. അത് നമ്മളെ ഈ ഓറൽ പോളിയോ കൊടുക്കുന്ന പോലെ തന്നെ വൈറ്റമിൻ എ കൊടുക്കുന്നത് അല്ലേ? വൈറ്റമിൻ എ കൊടുക്കുന്നുണ്ട്. അതെ, ഡി മിക്കവാറും ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഡെഫിഷ്യൻസി ആണ്, ഇപ്പൊ വലിയവർക്കായാലും ചെറിയവർക്ക്. അതായത് നമ്മൾ ആ ടൈമിലൊന്നും പുറത്തിറങ്ങാത്തതുകൊണ്ടായിരിക്കാം അല്ലെ, അതുകൊണ്ടായിരിക്കാം ആ ഡെഫിഷ്യൻസി വരുന്നത്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ കൊടുക്കുന്നുണ്ട്, വൈറ്റമിൻ D3 മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അത് ആദ്യം 6 മാസം വരെ കൊടുക്കാൻ പറയും, കഴിഞ്ഞ 1 വയസ്സ് അങ്ങനെ ഒരു 5 വയസ്സ് വരെ കൊറോണ ആൾക്കാര് പുറത്തിറങ്ങൽ കുറഞ്ഞു, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത്. ശരി, എക്സാക്ട്ലി കറക്റ്റ് ആണത്. അതിനുശേഷമാണ് എനിക്ക് ഈ ഡെഫിഷ്യൻസി വന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗുഡ് സോഴ്സസ് നമ്മൾ പറഞ്ഞു, മഷ്റൂംസിലുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ അല്ലേ പറഞ്ഞേ? വൈറ്റമിൻ ഇ റയർ ആന്ന് പറഞ്ഞു അല്ലെ, പക്ഷേ ന്യൂബോൺ ബേബീസിൽ ഇതിന്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അങ്ങനെ വരുമ്പോ ഒരു അനീമിക് ആവും, ബ്ലഡ് സെൽസ് ഡിസ്ട്രോയ് ആകാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റമിൻ ഇയുടെ സോഴ്സ് ഏത് വെജിറ്റബിൾ ഓയിൽസും വൈറ്റമിൻ ഇയുടെ സോഴ്സ് ആണ്, അതുകൊണ്ടാണ് റയർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഭക്ഷണത്തിൽ എന്തായാലും ഏതെങ്കിലും ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ കെ അല്ലേ പറഞ്ഞേ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഗുഡ് സോഴ്സസ് ലീഫി വെജിറ്റബിൾസ്, പംകിൻസ്, ഫാസ്റ്റ് ലീവ്സ് അങ്ങനെയുള്ള ഇതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാതെ ബ്ലീഡിങ് ആയിരിക്കും, അതാണ് ഡെഫിഷ്യൻസി. ഇനി നമുക്ക് ബി, അതായത് വാട്ടർ സോളുബിളിലേക്ക് പോവാം അല്ലെ, ഓരോന്നായിട്ട്. B1 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു, തയാമിൻ. B1 തയാമിൻ, ഇതൊക്കെ പിന്നെ പറയാൻ എളുപ്പമുള്ള കെമിക്കൽ നെയിമാണ് തയാമിൻ. നമ്മളുടെ ബോഡിയിൽ എൻസൈംസും ഹോർമോൺസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എൻസൈംസ്, വേരിയസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ B1. നമ്മുടെ ബോഡിയിലെ മെസ്സഞ്ചേഴ്സ് ആണ് ഈ എൻസൈംസും ഹോർമോൺസും ഒക്കെ. അപ്പൊ വേരിയസ് എൻസൈംസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ B1. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബെറിബറി എന്നൊരു അസുഖം കേട്ടിട്ടില്ലേ? ബെറിബറി, നമുക്ക് ഇതിനെ ഷെയർ ചെയ്യാമോ? എന്താ ബെറിബറി? അതായത് ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബെറിബറി അല്ലെ? വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ബെറിബറി. പുവർ ഡയറ്റ്, നമ്മൾ ശരിയായ രീതിയിൽ നല്ല ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷ്യസ് ഫുഡ് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അത് ലഭിക്കാത്ത ആളുകളിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. പിന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള അരിയുടെ തവിട്ടിലൊക്കെ ഉണ്ടാകുന്ന വിറ്റാമിൻ അല്ലേ B1. ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഒരു അസുഖം നമ്മൾ പറയുമായിരുന്നു, ബെറിബറി, BERI. റെയർ ആണ്, ഇന്ത്യയിൽ ഇത് റെയർ ആണെന്നാണ് പറയുന്നത്. പുവർ ഡയറ്റ് കൊണ്ട് ഈ അസുഖം ഉണ്ടാകാം. പിന്നെ ചിലര് ക്രോണിക് ആയിട്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിലും ഈ അസുഖം കാണാം, കാരണം അവര് ഡയറ്റ് അവരുടെ നല്ലതായിരിക്കില്ല, അതുകൊണ്ടാണ് അവരുടെ അസുഖം വരാന്ന് പറയുന്നത്. വിശപ്പില്ലായ്മ, ക്ഷീണം, പിന്നെ ജോയിന്റ്സിലൊക്കെ പെയിൻ വരിക, പിന്നെ കാലിനൊക്കെ ഭയങ്കരമായിട്ട് നീര് വരിക, അതൊക്കെയാണ് ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് പറയുന്നത്, ബെറിബറിയുടെ ഒരു സിംറ്റം പറയുന്നത്. ഡയറ്റ് ഒക്കെ മെച്ചപ്പെടുത്തുന്ന സ്പെല്ലിംഗ് ബെറിബറി, BERI. സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ബെറി എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുക, BERI. ഫുഡ് സോഴ്സസ്, നമ്മൾ ചില ഫുഡ് ഉണ്ടാക്കുമ്പോൾ കെമിക്കൽ നെയിം തയാമിനാണ്. ഇതൊക്കെ ലിങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും, പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കെമിക്കൽ നെയിം, വാട്ടർ സോളുബിൾ ആണെങ്കിൽ അങ്ങനെ, ഫംഗ്ഷൻ, ഡെഫിഷ്യൻസി എന്താണ്, ഗുഡ് സോഴ്സസ് എന്താണ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഗുഡ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന നല്ല ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റ് അതിന്റെ നല്ലൊരു സോഴ്സ് ആണ്. പിന്നെ ചില ധാന്യങ്ങൾ, സിറൈൽ ഗ്രെയിൻസ്, സൺഫ്ലവർ സീഡ്സ്,
ബ്രൗൺ റൈസ്, വൈറ്റ് റൈസിനേക്കാളും. ഇനി ഇടുന്ന ലിങ്കിലാണോ മാം ഡീറ്റെയിൽ ആയിട്ടുള്ളത്? എല്ലാം ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലിങ്കിലെ ഡീറ്റെയിൽസാ. അപ്പൊ ആ ലിങ്ക് അങ്ങ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പൊ ഇല്ലതാണ് ഞാൻ ചോദിച്ചത്. എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചില അസുഖങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ഇച്ചിരി ടേം ഒക്കെ ഇത്തിരി ടഫാ. അപ്പൊ അതെന്താന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കേട്ട് കോമൺ ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ചില അസുഖങ്ങൾ മാത്രമാണ് ഞാൻ ഡെഫിഷ്യൻസിയിൽ പറയുന്നത്. പിന്നെ ഗുഡ് സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പല ഫുഡ് സോഴ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ജാപ്പനീസ്, ചൈനീസ് അവരൊക്കെ യൂസ് ചെയ്യുന്ന പല ഫുഡും യൂറോപ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതെല്ലാം അങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ കുക്കിങ്ങിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈസ്റ്റ്, നമ്മളുടെ ബ്രൗൺ റൈസ് ആണല്ലോ നമ്മൾ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സൺഫ്ലവറിന്റെ സീഡ്സ്, പിന്നെ ആസ്പരാഗസ് അറിയാലോ, ശതാവരി, കോളിഫ്ലവർ, പൊട്ടറ്റോസ്, ഓറഞ്ച്, ലിവർ, എഗ്സ്, ഇതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. വൈറ്റമിൻ B1 ആയിരുന്നു. തയാമിൻ വേരിയസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡെഫിഷ്യൻസി ബെർബറി എന്നുള്ള അസുഖം ഉണ്ടാവുന്നു. പുവർ ഡയറ്റ്, നല്ലതല്ലാത്ത ഡയറ്റ്, ആൽക്കഹോളിസം ഒക്കെയാണ് ഈ അസുഖത്തിന് കാരണം. ഡയറ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ B2 കെമിക്കൽ നെയിം റൈബോഫ്ലേവിൻ, അതാണ് കെമിക്കൽ നെയിം. ബോഡി സെൽസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും. അപ്പൊ കുട്ടികൾക്ക് ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നത് മനസ്സിലായിരുന്നു ഇതിന്റെ ഡെഫിഷ്യൻസി. ഇനി ഇതിന്റെ ഫങ്ഷൻ, ഇതിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ലിപ്സില് ഒക്കെ ഒരു ഇൻഫ്ലമേഷൻ പോലെ ഉണ്ടാവുന്നു, മൗത്തില്, വായിലൊക്കെ. അതായത് ബി കോംപ്ലക്സ് കുറയുമ്പോൾ വായു പൊട്ടുന്നു, ചുണ്ടിന്റെ അവിടെ പൊട്ടുന്നു, വായിക്കകം പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബി കോംപ്ലക്സിന്റെ കുറവാണെന്നൊക്കെ എപ്പോഴും ആളുകൾ പറയാറില്ലേ. ഡെഫിഷ്യൻസി അതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിപ്സ്, മൗത്തില് കൂടുതലായിട്ട് മൗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവും. അൾസർ പോലുള്ളത്, ഈ പോളം പോലെ ഉണ്ടായി പൊട്ടുക, അതല്ലേ? അതെ അതന്നെ. മൗത്ത് അൾസർ എന്നൊക്കെ നമ്മൾ പറയില്ല. ഭക്ഷണവും വെള്ളം കുടിക്കാനും എനിക്കിപ്പോ ഉണ്ടെന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഐശ്വര്യ പറയുന്നു. ഈ ലിങ്കിനകത്ത് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ ഉണ്ട് കേട്ടോ, അതൊന്നും വേണമെന്നില്ല. നമുക്ക് ആ വൈറ്റമിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രം മതി. ഗുഡ് സോഴ്സസ്. ക്ലാസ് റൂമിലാണോ ഇതിന്റെ നോട്ട്സ്? നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്ന ക്ലാസ് റൂം അല്ലേ, അതിലായിരിക്കും ലിങ്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആ ടീമിനെ ഏൽപ്പിക്കുള്ളൂ, അവരാണ് ആ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത്. എന്താ വേറെ ആരോ എന്തോ ചോദിച്ചല്ലോ അതിന്റെ ഇടയ്ക്ക്? രാസനാമം ഒന്നുകൂടെ പറയാമോ? ഓക്കെ, റൈബോഫ്ലേവിൻ. ആരും അവിടെ മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു, പേരെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അങ്ങ് പോയി. താങ്ക് യു. എന്തായാലും മെസ്സേജ് വരുന്നുണ്ട്. വൈറ്റമിൻ B2 കെമിക്കൽ നെയിം റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ബോഡി സെൽസിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ വൈറ്റമിൻ B2 വേണം. ഡെഫിഷ്യൻസി ആണ് ഇങ്ങനെ പൊട്ടുന്നത്, വായിക്കകവും ചുണ്ടും എല്ലാം പൊട്ടുന്നത്. ഫുഡ് സോഴ്സസ് ബനാനാസ്, okra വെണ്ടയ്ക്ക, പിന്നെ ചീസ്, മിൽക്ക്, യോഗേർട്ട്, മീറ്റ്, എഗ്സ്, ഫിഷ്, ഗ്രീൻ ബീൻസ്, ആസ്പരാഗസ് ഒക്കെ ഇതിന്റെ ഗുഡ് സോഴ്സസ് ഉള്ളതാ നമുക്ക്. പക്ഷെ ഡോക്ടേഴ്സ് എപ്പോഴും B2 കോംപ്ലക്സ് സപ്ലിമെന്റ് മരുന്ന് തരാറുണ്ടല്ലേ. നെക്സ്റ്റ് B3യിലേക്ക് പോകാലോ. ഓക്കെ, ഇതിന്റെ കെമിക്കൽ നെയിം നിയാസിൻ. ചില മെഡിസിനിലൊക്കെ കാണാം നിയാസിനമൈഡ് എന്നും പറയും, നിയാസിനമൈഡ് എന്നും പറയും, നിയാസിൻ എന്നും പറയും. സാന്ദ്ര എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോന്നിന്റെയും കെമിക്കൽ നെയിം നിങ്ങൾ മെസ്സേജിലും കൂടെ നോക്കിക്കോ, സ്പെല്ലിംഗ് കിട്ടും. ഫങ്ഷൻ, നിയാസിൻ ആവശ്യമാണ് നമ്മുടെ സെൽസ് ഗ്രോ ചെയ്യാനും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും. നമ്മുടെ ബോഡിയിലെ സെൽസ്, പല സെൽസ് ചേരുന്നതാണ് ബോഡിയിലെ ഓരോ പാർട്സ്. അപ്പൊ സെൽസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും വൈറ്റമിൻ B3 വേണം. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെലഗ്രാം ഒരു അസുഖം വരും. അത് നമ്മുടെ സ്കിന്നിൽ ചില ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡയറിയ, ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഇൻഡസ്ട്രീനൽ അപ്സെറ്റ്, നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കും. സ്കിന്നിലെ ചേഞ്ചസ് വരും.
ഡയറിയ, ലൂസ് മോഷൻ പോലെ വരും, പിന്നെ സ്റ്റൊമക് അപ്സെറ്റ് ഇതെല്ലാം വരും. ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ഗുഡ് സോഴ്സസ് ചിക്കൻ, ബീഫ്, ടൂണ, സാൽമൺ, മിൽക്ക്, eggs, tomatoes, leafy vegetables, broccoli, carrots, nuts and seeds, tofu and lentils. Tofu എന്താണെന്നറിയാലോ? നമ്മൾ പാലിൽ നിന്നും പനീർ എടുക്കണ പോലെ തന്നെ ഈ ചൈനീസ് അവര് സോയ മിൽക്ക് ഇല്ലേ, സോയാബീന്റെ ഇതിൽ നിന്ന് ഈ പനീർ നമ്മൾ പാലിൽ നിന്ന് എടുക്കുന്ന പോലെ അവര് സോയാ മിൽക്കിൽ നിന്ന് എടുക്കുന്നതാണ് ടോഫു. ഇതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ബ്രോക്കലി, ക്യാരറ്റ്സ്, നട്ട്സും സീഡ്സും ഉണ്ട്. പിന്നെ നോൺ വെജ് ഐറ്റംസിൽ ചിക്കൻ, ബീഫ്, ടൂണ, ഫിഷ് ഉണ്ടല്ലോ, പിന്നെ സാൽമൺ ഫിഷ്, മിൽക്ക്, എഗ്സ് എല്ലാം D3യുടെ ഗുഡ് സോഴ്സസ് ആണ്. പിന്നെ B5, നെക്സ്റ്റ് വൺ വൈറ്റമിൻ B5. ഇതിന്റെ കെമിക്കൽ നെയിം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം. എനർജി, നേരത്തെ നമ്മൾ എൻസൈമിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ എൻസൈംസും ഹോർമോൺസും ഉണ്ടെന്ന് പറഞ്ഞു. എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, എൻസൈംസിന്റെ ഫംഗ്ഷനിങ്. അത് ഏതായിരുന്നു വൈറ്റമിൻ പറഞ്ഞത്? വൈറ്റമിൻ B2 അല്ല B1. ഈ B5 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. പ്രൊഡ്യൂസിങ് എനർജി ആൻഡ് ഹോർമോൺസ്, വൈറ്റമിൻ B5. ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സിവിയർ ഒന്നും ആവില്ല, പക്ഷെ ചില സമയത്ത് സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കേഷൻ ആവശ്യമാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ മരവിക്കില്ലേ, കുറെ നേരം ഒരേ പൊസിഷനിൽ തന്നെ ഇരിക്കുമ്പോൾ പിൻസ് ആൻഡ് നീഡിൽസ് എന്ന് പറയും. പിന്നുകൊണ്ട് നീഡിലുകൊണ്ടൊക്കെ കുത്തുന്ന പോലെ ഒരു ഫീല് വരും, ഒരു മരവിപ്പ്, സൂചി കുത്തുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പിൻസ് ആൻഡ് നീഡിൽസ്. അതാണ് ഇതിന്റെ ഡെഫിഷ്യൻസി. അത് ലോങ് ടേം വരുമ്പോഴാണ് ഈ പ്രശ്നമാണെന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു പോസ്റ്റർ കൊണ്ടൊക്കെ സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. പെർമനന്റ് ആവുമ്പോഴാണ് ഈ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഗുഡ് സോഴ്സ് മീറ്റ്, ബ്രോക്കോളി, അവക്കാഡോ, യോഗേർട്ട്, പിന്നെ ഹോൾ ഗ്രെയിൻസ്, മുഴുവൻ ധാന്യങ്ങളില്ലേ, തവിടൊന്നും കളയാതെ, ഡയറി പ്രോഡക്ട്സ് എല്ലാം വരും. യോഗേർട്ടും കേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചോദിച്ചോ? കേർഡ് നല്ല പുളിപ്പിച്ച തൈരാണ്, യോഗേർട്ട് പുളി കുറഞ്ഞ. യോഗട്ടില് 2 ബാക്ടീരിയയുടെ ആക്ഷൻ ആയിരിക്കും. കേർഡിനകത്ത് ഒറ്റ ബാക്ടീരിയ. നമ്മുടെ പാല് കാച്ചി നമ്മുടെ വീട്ടിലുള്ള പഴയ തൈര് എടുക്കുമ്പോഴേക്കും നമുക്കത് കേർഡാവും. യോഗട്ട് എന്ന് പറഞ്ഞു. യോഗട്ട് പിന്നെ പല ഫ്ലേവറിലൊക്കെ പറയുന്നുണ്ട്. ഈ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ളവരെ യോഗട്ട് ഞാൻ പ്ലെയിൻ യോഗട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഫ്രൂട്ട് യോഗട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുളിയൊന്നും ഇല്ലാതെ ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിക്കട്ടെ. മീറ്റ്സ്, ഹോൾ ഗ്രെയിൻസ്, ബ്രോക്കലി, അവക്കാഡോസ് ആൻഡ് യോഗട്ട്. ബ്രോക്കലി ശരിക്കും നല്ലൊരു സാധനമാണ് അല്ലെ, പക്ഷെ തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ബ്രോക്കലി ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ കേൾക്കാം. അതാണ് വൈറ്റമിൻ B5. ഇനി B6, കെമിക്കൽ നെയിം പൈറിഡോക്സൈൻ. പൈറിഡോക്സമൈൻ ഇവിടെ ജിജി എഴുതിയിട്ടുണ്ട്. അതിന്റെ കെമിക്കൽ നെയിം പൈറിഡോക്സൽ ഒക്കെ അതിന്റെ കെമിക്കൽ നെയിമാണ്. ഫംഗ്ഷൻ റെഡ് RBC ഇല്ല, റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ. B6 ആണോ മാഡം? എന്തോ B6 ആണോ? യെസ്, B6. പിരിഡോക്സിൻ അല്ലേ മാം? പിരിഡോക്സിൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ സ്പെല്ലിംഗ് ഞാൻ പറയണത് കറക്റ്റ് ആവണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിരിഡോക്സിൻ ആൻഡ് പിരിഡോക്സമൈൻ, പിരിഡോക്സൽ, 3 കെമിക്കൽ നെയിം ഇതിനകത്ത് പറയുന്നുണ്ട്. വൈറ്റൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, RBC. ഡെഫിഷ്യൻസി അനീമിക് ആവാം. RBCയുടെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച സംഭവിക്കാം. ചിക്ക് പീസ്, ബീഫ് ലിവർ, ബനാനാസ്, നട്ട്സ്, ഇതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സ് ആണ്. ചെറിയ പയറുവർഗ്ഗങ്ങള്, ബീഫ് ലിവർ, ബനാന, നട്ട്സ്. നെക്സ്റ്റ് B7, ലെഗ്യൂംസ്. B7 ബയോട്ടിൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ കെമിക്കൽ പ്രോസസ് നടക്കുന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ
ബോഡിയുടെ മെറ്റബോളിസം കറക്റ്റ് ആകുന്നത്. കെമിക്കൽ നെയിം ഒന്നുകൂടെ പറയോ? ബയോട്ടിൻ. നിങ്ങളുടെ മെസ്സേജിൽ അത് അങ്ങനെയും വരുന്നുണ്ട്. ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ജിജിയും സാന്ദ്രയൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഫങ്ഷൻ ബോഡിനെ രണ്ടുപേരായിട്ട് ഞാൻ കണ്ടുള്ളൂ. ആരൊക്കെയോ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട്. ബോഡിയിലെ മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കുന്നു. നമുക്ക് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇതിനെയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഏതൊക്കെ ഫംഗ്ഷൻ ഏതൊക്കെയാണോ ആവശ്യം അത് ആ രീതിയിൽ എനേബിൾ ചെയ്യുന്നത് വൈറ്റമിൻ B7 ആണ്. പിന്നെ നമ്മുടെ സ്കിൻ, ഹെയർ, നല്ല ഹെൽത്തി സ്കിൻ, ഹെൽത്തി ഹെയർ, നെയിൽസ്, അതിന് വേണ്ടുന്ന ഒരു മെയിൻ കമ്പോണന്റ് ആണ് കെരാറ്റിൻ. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഹെയറിലൊക്കെ ആൾക്കാർ ചെയ്യാറില്ലേ. ഇത് നമുക്ക് ശരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു കെരാറ്റിൻ. ഒരു പ്രോട്ടീൻ, ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണിത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും നെയിൽസിന്റെ ഹെൽത്തിനും എല്ലാം സഹായിക്കുന്ന ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് B7 ആണ്. അപ്പൊ ഇതിന്റെ ശരിക്കും നമ്മളുടെ എന്താ പറയാ ഔട്ടർ അപ്പിയറൻസ്, നമ്മളുടെ സൗന്ദര്യം, അതിന്റെ ഒരു ഫാക്ടർ വരുന്നത് വൈറ്റമിൻ B7 ആണ് അല്ലെ. ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. ഡെർമറ്റോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, സ്കിന്നിനും ഹെയറിനും, അൺഹെൽത്തി ആയിട്ടുള്ള സ്കിൻ, ഹെയർ, നെയിൽസ് ഒക്കെ ആയിരിക്കും ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത്. പിന്നെ എപ്പോഴും നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഫ്ലമേഷൻ, ഒരു പുകച്ചിലോ പുളിച്ചിതകെട്ടലോ അങ്ങനെയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ് ആയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ്. ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, അത് കറക്റ്റ് ആയിട്ട് മെറ്റബോളിസം സംഭവിക്കാതെ വരുന്നതും ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കും. ഫുഡ് സോഴ്സസ്: എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞ, ലിവർ, ബ്രോക്കലി, സ്പിനാച്ച് ആൻഡ് ചീസ്. നെക്സ്റ്റ് വൈറ്റമിന്റെ കെമിക്കൽ നെയിം എല്ലാവർക്കും നല്ല പരിചയമായിരിക്കും, പ്രത്യേകിച്ചും ലേഡീസ്. വൈറ്റമിൻ B9, ഇതിന്റെ കെമിക്കൽ നെയിം ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് പിന്നെ കൺസീവ് ആയില്ലെങ്കിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് ഫോളിക് ആസിഡ് തരാറുണ്ട് അല്ലെ. നമ്മളുടെ ക്രോമസോമിന്റെ, നമ്മുടെ ബോഡിയിലെ DNA, RNA അതിന്റെ മേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ B9 എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി, നമ്മളിത് പ്രഗ്നൻസി സമയത്ത് നമുക്ക് എക്സ്ട്രാ കാര്യം നമ്മുടെ ബോഡിയിൽ ഇത് ഉണ്ടെങ്കിലും എക്സ്ട്രാ നമുക്ക് സപ്ലിമെന്റ് തരുന്നുണ്ട് ഡ്യൂറിങ് പ്രഗ്നൻസി. ആ സമയത്ത് ഇത് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിന്റെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. ഡോക്ടേഴ്സ് എപ്പോഴും ബിഫോർ ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ഫോളിക് ആസിഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഗുഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ്, പീസ്, ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, ചില ധാന്യങ്ങൾ, ഗ്രെയിൻ പ്രോഡക്ട്സ്, പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ്, സെവറൽ ഫ്രൂട്ട്സ്. ചില ഫ്രൂട്ട്സിന് മോഡറേറ്റ് എമൗണ്ടിലുണ്ട്, പപ്പായയിലുണ്ട്, പക്ഷെ നമ്മൾ പ്രഗ്നൻസി സമയത്ത് പപ്പായ കഴിക്കാറില്ല അല്ലെ. നെക്സ്റ്റ് B12, സൈനോകൊബാളമിൻ, B12, ഹൈഡ്രോക്സോ കൊബാളമിൻ എന്നും പറയും, മീഥൈൽ കൊബാളമിൻ എന്ന് പറയും. ഫങ്ഷൻ ഹെൽത്തി നെർവസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ നെർവുകളിലെ നാഡികൾ, അതിന്റെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് B12. ഡെഫിഷ്യൻസി ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും ഡെഫിഷ്യൻസി. ചില രീതിയിലുള്ള അനീമിക്കും ആകാൻ ചാൻസ് ഉണ്ട് B12 കുറവാണെങ്കിൽ. ഗുഡ് സോഴ്സസ്: ഫിഷ്, ഷെൽ ഫിഷ്, തോടുള്ള ഫിഷ് ഇല്ലേ, ലൈക്ക് ക്ലോസ്, ക്രാബ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ മീറ്റ്, പോൾട്രി, എഗ്, മിൽക്ക്, പിന്നെ ഡയറി പ്രോഡക്ട്സ്, സോയ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഭക്ഷ്യയോഗ്യമായ ഈസ്റ്റ്, അതിനെല്ലാം വൈറ്റമിൻ B12ന്റെ ഗുഡ് സോഴ്സസ് ആണ്. ഫോർട്ടിഫൈഡ് സിറയൽസ്, ഫോർട്ടിഫൈഡ് സോയ പ്രോഡക്ട്സ് ഇതെല്ലാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയനും B12 പ്രസന്റ് ഇൻ റെയിൻ വാട്ടർ, അത് നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ. ആരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വായിക്കാൻ പറ്റിയില്ല.
B12 റെയിൻ വാട്ടറിലുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ ഒരു നോട്ടായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിലെല്ലാം ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, എഗ്സ് ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ട്. പക്ഷെ വെജിറ്റേറിയൻ ഫുഡ് വളരെ കുറച്ച് കാണും അല്ലെ. ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. ഈ വീഗൻസ് പൊതുവെ അവർ പ്യുവർ വെജിറ്റേറിയനും ആയിരിക്കും. പിന്നെ മൃഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രോഡക്ട്സും അവർ എടുക്കില്ല. അതായത് തൈര്, പാല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കില്ല. ഡോക്ടേഴ്സ് എപ്പോഴും വീഗൻസിനോട് B12 സപ്ലിമെന്റ്സ് എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം അവർക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം ഇതൊന്നും അവർക്ക് കഴിക്കാൻ പറ്റാത്തവർ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി ഇത് നമ്മുടെ ബോൺ ഫോർമേഷൻ, വൂൺ ഹീലിംഗ്, എന്തെങ്കിലും മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ, അതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. വൈറ്റമിൻ സി നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി എടുക്കാനൊക്കെ എപ്പോഴും പറയുമല്ലോ. ബ്ലഡ് വെസൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും നല്ലത് വൈറ്റമിൻ സി ആണ്. കൊറോണ സമയത്ത് തന്നിരുന്നു വിറ്റാമിൻ സി കഴിക്കാനൊക്കെ. ഏതാ സിജി? കൊറോണ സമയത്തെ കൊറോണ വിറ്റാമിൻ സി കഴിക്കാൻ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അയൺ ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മളുടെ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാവുന്ന രീതിയിൽ. ഇതിന്റെ ഡെഫിഷ്യൻസി, സ്കർവി എന്നുള്ളൊരു അസുഖം ഉണ്ടാവും. ഇതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണയിൽ നിന്ന് ബ്ലഡ് വരാം, പിന്നെ പല്ല് കൊഴിഞ്ഞു പോവാം, പിന്നെ മുറിവുകൾ പെട്ടെന്നൊന്നും ഹീൽ ആവില്ല. ഇതിന്റെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാല് പുവർ ടിഷ്യൂ ഗ്രോത്ത് ഒക്കെ സംഭവിക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് റോ ആയിട്ട് എടുക്കുവാണെങ്കിലാണ് ഏറ്റവും ഗുണം. കുക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി ഡിസ്ട്രോയ് ആയി പോകും, നശിച്ചു പോകും. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ നമ്മൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ, കുക്കുംബർ ഇങ്ങനെയുള്ളതെല്ലാം. പിന്നെ ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം, ഓറഞ്ച് അങ്ങനെയുള്ളതിലെല്ലാം വൈറ്റമിൻ സി നിറയുണ്ട്. ഓക്കെ, നമ്മളെല്ലാം കഴിഞ്ഞല്ലോ, എല്ലാ വൈറ്റമിൻസും നോക്കിയില്ലേ? ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ, സ്കൂളില് വിറ്റാമിൻ സി അല്ല അയൺ ഗുളി കൊടുക്കത്തില്ലേ? അത് വിറ്റാമിൻ സി ആണോ? അയൺ ഗുളിക കൊടുക്കുന്നത് വൈറ്റമിൻ സി ആണോ? വിറ്റാമിൻ സി അടങ്ങിയതാണോ? മൾട്ടി വൈറ്റമിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അയൺ മാത്രമാവില്ല, ഈ പറയുന്ന മൾട്ടി വൈറ്റമിൻസ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? ആയിരിക്കും. നമുക്ക് സ്കിന്നിലോ ഹെയറിലോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് മൾട്ടി വൈറ്റമിൻസ് നമുക്ക് തരുമല്ലോ. ഈ പറയുന്ന വൈറ്റമിൻ സി, എ അങ്ങനെയുള്ളതെല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, നിർത്താലോ? കഴിഞ്ഞില്ല നമ്മളുടെ ചാപ്റ്റർ. ഞാൻ ഈ ലിങ്ക് നാളെ അയച്ചു തരാം. ഉപയോഗിക്കുന്നുണ്ടല്ലോ വൈറ്റമിൻസില്? എന്താണ് സിങ്ക് കണ്ടന്റ് അടങ്ങിയത് വൈറ്റമിൻസിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ? വിറ്റാമിന്റെ ഉള്ളില് സിങ്ക് സിങ്കോവിറ്റ് ആണോ? കുട്ടികൾക്ക് ഇരിക്കുമ്പോ തന്നെ കൊടുക്കുന്ന സിങ്കോവിറ്റ് മൾട്ടി വിറ്റമിൻ ആയിട്ട് വൈറ്റമിൻ സി എല്ലാം കണ്ടന്റ് ഉള്ളത്. വിഷ്ണുപ്രിയ എന്താ ചോദിച്ചേ? ഇത് തന്നെയാണോ? ഇല്ല, സിങ്ക് അടങ്ങിയ ഇത് വൈറ്റമിൻസ് കൊടുക്കാറുണ്ടല്ലോ. അതെന്തിനാ ഈ സിങ്ക് കണ്ടന്റ് എന്തിനാ യൂസ് ചെയ്യണേ നമ്മള്? സ്കിന്നിനൊക്കെ നല്ലതാ സിങ്ക്. നമ്മളുടെ കോസ്മെറ്റിക്സിലൊക്കെ സിങ്ക് കണ്ടന്റ് ഉണ്ട്. സിങ്ക് ഡെർമറ്റോളജി റിലേറ്റഡ്, സ്കിന്നിനോ ഹെയറിനോ നെയിൽസിനോ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സിങ്ക് വരുന്നത്. നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിങ്ക് കണ്ടന്റ് കാണും. മാം ക്ലാസിന്റെ അല്ലാതൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഈ ഇത്രയും പേർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ മാം? നമ്മുടെ ഈ അഡ്മിനോണിലെ എല്ലാവരും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വിഷ്ണുപ്രിയയാണ് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തത്. ആണോ? ഇല്ലേ, നമ്മളൊന്നും എന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊന്നും അറിയാനും പറ്റുന്നില്ല. നമുക്ക് ക്ലാസ് റൂമിലുള്ളത് മാത്രമേ ഷെയർ ചെയ്യൂ. ഈ മെസ്സേജിലെ നമ്പർ ഒന്ന് വേഗം ഷെയർ ചെയ്യൂ. അതെ, വാട്സാപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് സുഭിഷ അയച്ചിട്ടുണ്ട്.
മാം നാളെ പ്രയർ ഞാൻ ചെല്ലാവേ. മാം എന്നെ ആഡ് ചെയ്തിട്ടില്ലേ? അത് അവിടെ ലിങ്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. നമ്പർ വരുന്നത് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തേക്കണേ.